നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സേനയുടെ ഭാഗത്ത് നിന്ന് ഓപ്പറേഷൻ സിന്ദൂർ ബ്രീഫിംഗ് നടന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ബ്രീഫിംഗ് ചെയ്തത് നാരി ശക്തി തന്നെയാണ്. കൂടെയുള്ള പുരുഷന്മാരെ വെടിവെച്ച് വീഴ്ത്തി ഭാരതത്തിലെ സ്ത്രീകളെ ഭയപ്പെടുത്താമെന്ന് ആരെങ്കിലും ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഭയപ്പെടുത്താമെന്ന് ശ്രമിച്ച തീവ്രവാദികൾക്ക് ഇതിന് മികച്ച മറുപടി എങ്ങനെ കൊടുക്കാൻ സാധിക്കും? ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ഉറ്റുനോക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രാധാന്യമുള്ള ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ആഗോള മാധ്യമങ്ങളെ അറിയിക്കാൻ തയ്യാറെടുക്കുമ്പോൾ എല്ലാ കണ്ണുകളും 2 യുവ വനിതാ ഓഫീസർമാരിലേക്ക് തന്നെയാണ് നീങ്ങിയത്. ഇന്ത്യൻ സൈന്യത്തിലെ കേണൽ സോഫിയ ഖുറേഷിയും ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഈ 2 വനിതകൾ. ഈ 2 വനിതകളും ഇന്ത്യ എങ്ങനെയാണ് പുലർച്ചെ 1:44 എന്ന സമയത്ത് ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാനെ തകിടം മറിച്ചത്, പാകിസ്ഥാനെ ചാമ്പലാക്കിയത് എന്ന വ്യക്തമായി ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഈ 2 സേനാ തലവന്മാരും. സ്ത്രീകളുടെ സിന്ദൂരത്തെ മാറ്റാൻ ശ്രമിച്ച ഭീകരവാദികൾക്ക് അതേ സ്ത്രീകളെ ഉപയോഗിച്ച് തന്നെ, സ്ത്രീകളെ മുൻനിർത്തി തന്നെ നരേന്ദ്രമോദി നടത്തിയ ഈ നീക്കം ലോകമെമ്പാടുമുള്ള ജനത കൈയടിക്കുകയാണ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയോടൊപ്പമാണ് 2 പേരും എത്തിയത്. ഓപ്പറേഷന്റെ ആശയവിനിമയ തന്ത്രത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ സേവനങ്ങളിൽ സ്ത്രീകളുടെ ശക്തി എത്രമാത്രമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ 2 പുലിക്കുട്ടികൾ, ചുണക്കുട്ടികൾ. അതൊരു നിർണായക നിമിഷം തന്നെയെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഓപ്പറേഷൻ സിന്ദൂർ ബ്രീഫിംഗിൽ ചുമതല വഹിക്കുന്ന ഇന്ത്യൻ ആർമി ഓഫീസറിനെ പരിചയപ്പെടുകയാണെങ്കിൽ സോഫിയ ഖുറേഷി ആരാണ് എന്ന് നോക്കാം. യൂണിഫോം ഇട്ട ഒരു വഴികാട്ടിയാണ് ഖുറേഷി. കേണൽ സോഫിയ ഖുറേഷി വളരെ കാലമായി ധൈര്യത്തിന്റെയും പുരോഗതിയുടെയും പ്രതീകം തന്നെയാണ്. പൂനെയിൽ നടന്ന ഒരു ബഹുരാഷ്ട്ര സൈനിക അഭ്യാസ സമയത്ത് എക്സൈസ് ഫോഴ്സ് 18 ഇന്ത്യൻ ആർമിയുടെ ഒരു സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന നിലയിൽ അവർ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. സമാധാന പരിപാലന പ്രവർത്തനങ്ങളിലും മാനുഷിക മെയിൻ ആക്ഷനിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച 18 രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായിരുന്നു അത്. പാക് അധീന കശ്മീരിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചതിന് പിന്നാലെ പൂഞ്ചിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് പങ്കെടുത്ത 18 സൈനിക സംഘത്തിൽ ഏക വനിതാ നേതാവായിരുന്നു ഇവർ. 40 അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നിലെ തന്ത്രപരമായ സന്ദേശവുമായി അടുത്ത ബന്ധമുള്ള സംഘർഷ പരിഹാരത്തിലും മാനുഷിക ശ്രമങ്ങളിലും സഹകരണം വളർത്തിയെടുക്കുന്നതിലും വൈദഗ്ധ്യം പങ്കിടുന്നതിലും അവരുടെ പങ്ക് നിർണായകം തന്നെയാണ്. കേണൽ സോഫിയ ഖുറേഷിയെ കുറിച്ചുള്ള 5 പ്രധാന വസ്തുതകൾ നോക്കാം. 35 വയസ്സുള്ളപ്പോൾ എക്സൈസ് ഫോഴ്സ് 18 അന്താരാഷ്ട്ര സൈനിക സംഘത്തെ നയിക്കാൻ സമാധാനപാല പരിശീലകരുടെ ഒരു കൂട്ടത്തിൽ നിന്ന് അവരെ തെരഞ്ഞെടുക്കുകയായിരുന്നു. സൈനിക ആശയവിനിമയങ്ങളുടെയും വിവര സംവിധാനങ്ങളുടെയും ഉത്തരവാദിത്തമുള്ള അവർ ക്രോപ്സ് ഓഫ് സിഗ്നൽസിലെ ഒരു ഉദ്യോഗസ്ഥയാണ്. പരിചയസമ്പന്നയായ സമാധാന പാലകയായ സോഫിയ 2006 കോങ്കോയിലെ UN സമാധാന പാലന ദൗത്യത്തിൽ സേവനമനുഷ്ഠിച്ചു. 6 വർഷത്തിലേറെയായി സമാധാന പാലന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ്. ഗുജറാത്ത് സ്വദേശി കൂടിയാണ്. ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. കൂടാതെ അവരുടെ സൈനിക മിടുക്കിന് അക്കാദമിക് ശക്തി നൽകിയിരുന്നു. സൈനിക സേവനം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സൈനിക കുടുംബത്തിൽ നിന്നാണ് അവർ വരുന്നത്. അവരുടെ മുത്തച്ഛൻ സേനയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. കൂടാതെ അവർ മെക്കനൈസ്ഡ് ഇൻഫസ്ട്രിയിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥനെ വിവാഹം കഴിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇന്നലെ നടന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ. ഓപ്പറേഷൻ സിന്ദൂരിനായുള്ള മാധ്യമ സമ്മേളനത്തിന് നേതൃത്വം നൽകാൻ കേണൽ ഖുറേഷിയെ തെരഞ്ഞെടുത്തത് വെറും ആചാരപരമായ കാര്യമല്ല, അത് പ്രതീകാത്മകം കൂടിയാണ്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഏകോപിതാക്രമണമായ ഓപ്പറേഷൻ സിന്ദൂരിന് വൈകാരികവും ദേശീയവുമായ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് 26 സാധാരണക്കാരുടെ ജീവൻ അപഹരിച്ച പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പലതും ഭാര്യയുടെ മുന്നിലിട്ട് ഭർത്താവിനെ തീർത്തു കളഞ്ഞതാണ്. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കിപ്പുറം 6ാം നാൾ മരിച്ചു വീണ ഭർത്താവിന്റെ മുന്നിൽ കരയാൻ പോലും അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു ഭാര്യയുണ്ടായിരുന്നു. അവരുടെയൊക്കെ നെറ്റിയിലെ സിന്ദൂര തിളകം മായ്ക്കാൻ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇതാ മറുപടിയുമായി നാരി ശക്തി വരികയാണ്. സ്ത്രീകൾ എന്താണ് എന്ന് കാട്ടിക്കൊടുക്കുകയാണ് പ്രധാനമന്ത്രി വഴി പാകിസ്ഥാൻ. ഇതാ
മാത്രമല്ല ഇന്ത്യയുടെ വ്യോമാക്രമണങ്ങളെ ചൊല്ലിയുള്ള പ്രതിസന്ധി രൂക്ഷമാകുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ അടിയന്തര ചർച്ചകൾ നടത്തി. ഇന്ത്യയുടെ വ്യോമാക്രമണങ്ങളെ ചൊല്ലിയുള്ള പ്രതിസന്ധി രൂക്ഷമാകുന്നിടെയാണ് ഇക്കാര്യങ്ങൾ നടക്കുന്നത്. മാത്രമല്ല ഇന്ത്യ നേരിട്ട പഴയ ഭീകരാക്രമണങ്ങളെ എടുത്തു പറഞ്ഞ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര 2 കോടി സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം ജമ്മുവിലെത്തിയത്. ഇതിനെ തടയിടാനാണ് അതിർത്തിക്കടുത്തുള്ള ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചത്. TRF ആണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലഷ്കർ-ഇ തൊയ്ബയുമായി ബന്ധമുള്ള സംഘടനയാണ് ഇത്. TRF എന്നത് ചെറിയ സംഘടനയാണ്. അവർക്ക് പിന്നിൽ വലിയ ഭീകരവാദ സംഘടനകളാണ് ഉള്ളത്. പാകിസ്ഥാൻ കേന്ദ്രമായുള്ള ഭീകരവാദ സംഘടനകളായ LET, ഷേഖ് എന്നിവരാണ് ഇതിന് പിന്നിലുള്ളത്. ഭീകരാക്രമണത്തിന് തീവ്രത വിവരിക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന വാർത്താ സമ്മേളനം ആരംഭിച്ചത്. പാർലമെന്റ് ആക്രമണം, മുംബൈ ഭീകരാക്രമണം എന്നിവയുടെ ദൃശ്യങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ജമ്മു കാശ്മീരിലെ സമാധാനം തകർക്കുക എന്നാണ് ഇവരുടെ ലക്ഷ്യം. പഹൽഗാമിലെ നിഷ്ഠൂരമായ ആക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകി. കുടുംബങ്ങളുടെ മുന്നിൽ വെച്ച് ക്രൂരമായാണ് വിദേശ സഞ്ചാരികളെ ഭീകരവാദികൾ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശ മേഖലയിലും ഭീകരവാദികളുടെ വലിയ കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഭീകരവാദികൾക്ക് പാകിസ്ഥാൻ ഒരുക്കി നൽകിയിരിക്കുന്ന ഈ സൗകര്യങ്ങൾ തകർക്കുക എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ്.